നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കുട്ടിസംഘങ്ങളുടെ വിളയാട്ടമാണ്. വീട്ടിലും നാട്ടിലും സ്കൂളിലും കോളേജിലുമെല്ലാം ഈ കുട്ടിസംഘങ്ങൾ വിലസുന്ന കാലം. മദ്യപാനവും മയക്കുമരുന്നും നമ്മുടെ യുവതലമുറയെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ കുറേ നാളുകളായുള്ള നമ്മുടെ പത്രമാധ്യമങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് മകൻ അമ്മയെ വെട്ടിക്കൊന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത്. എന്നാൽ നമ്മൾ പറയുന്നത് ഇതൊന്നുമല്ല. ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാക്കുന്ന ഒരു കുട്ടിസംഘങ്ങൾ. അത് മറ്റൊന്നുമല്ല, കോട്ടയം കോതനല്ലൂർ മാഞ്ഞൂർ ഗ്രാമത്തിനെയാണ് 6 അംഗ സംഘങ്ങൾ ഇപ്പോൾ പിടിയിലാക്കിയിരിക്കുന്നത്. 10ാം ക്ലാസ്സിനും +2-നും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ ഒരു 6 അംഗ സംഘത്തിലുള്ളത്. ഇവരുടെ പ്രധാന വിനോദമെന്നത് കടകൾ ആക്രമിക്കുകയും അതുപോലെ മാല പൊട്ടിക്കുക, കൃഷിയിടങ്ങൾ നശിപ്പിക്കുക എന്നതെല്ലാമാണ്. മാസങ്ങളായി മാഞ്ഞൂർ ഗ്രാമത്തിന് തലവേദന സൃഷ്ടിക്കുകയാണ് ഈ കുട്ടിസംഘം. മാഞ്ഞൂരിൽ വ്യാപകമായ കുറ്റകൃത്യങ്ങളാണ് ഈ 6 അംഗ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടക്കാനിറങ്ങുന്ന ആളുകളെ ആക്രമിക്കുകയും കടകളിൽ മോഷണം നടത്തുന്നതും ഇവരുടെ പതിവ് കാര്യങ്ങളാണ്. അതിക്രമം ഭയന്ന് പോലീസിൽ പരാതി നൽകാൻ പോലും നാട്ടുകാർ തയ്യാറാകുന്നില്ല. കടകളിലെ സാധനങ്ങൾ തട്ടിമറിച്ച് കളയുക, മിഠായി ഭരണികൾ എടുത്തുകൊണ്ടുപോവുക, ബൈക്കിലെത്തി മാല പൊട്ടിക്കുക, നടക്കാൻ ഇറങ്ങുന്നവരെ ആക്രമിക്കുക, മൊബൈലെടുത്ത് ഓടുക, സ്കൂട്ടറുകളും ബൈക്കുകളും എടുത്തുകൊണ്ടുപോവുക, കൃഷിയിടങ്ങൾ വെട്ടി നശിപ്പിക്കുക, അടഞ്ഞുകിടക്കുന്ന കടകൾ കുത്തിപ്പൊളിക്കുക, പാടശേഖരങ്ങളിൽ നിന്ന് മോട്ടോറുകൾ എടുത്തുകൊണ്ടുപോവുക, കരിക്കുകൾ, വാഴക്കുലകൾ എന്നിവ മോഷ്ടിക്കുക എന്നിവയെല്ലാം ഇവരുടെ പ്രധാന കലാപരിപാടികളാണ്. ആളില്ലാത്ത കലിങ്കുകളും ബണ്ടുകളും കേന്ദ്രീകരിച്ചാണ് ഇവരുടെ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും നടക്കുന്നത്. പൂവാശ്ശേരി, കൊറുപ്പുന്തറ, മാഞ്ഞൂർ സൗത്ത്, കാണക്കാരി പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കൊപ്പം തിരുവനന്തപുരം സ്വദേശികളായ 2 പേരുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. 10നും +2-നും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കൂടുതലായും ഈ സംഘത്തിലുള്ളത്. ഈ സംഘത്തിലെ 2 പേരെ ഇന്നലെ ഉച്ചയോടെ കടുത്തുരുത്തി SHO TS റിനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. സംഘത്തിലെ ബാക്കിയുള്ള സഹായികളും ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്.